Hi friends. Corona infection തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ കേൾക്കുന്ന ടെസ്റ്റുകളാണ് PCR പരിശോധന ചെയ്തു, ആന്റിജൻ പരിശോധന ചെയ്തു. ചില പത്രങ്ങളിൽ ചിലർ പറഞ്ഞു ആന്റിജൻ പരിശോധന പോരാ, ചിലത് പറഞ്ഞു PCR തന്നെ ചെയ്യണം. ഇതെന്തൊക്കെയാണ് ഈ പരിശോധനകൾ? കൊറോണ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ COVID-19 ഇൻഫെക്ഷൻ എങ്ങനെ നമ്മൾ ഒരാളിൽ ഡയഗ്നോസ് ചെയ്യുന്നു? ഈ പരിശോധനകൾ, അതായത് PCR പരിശോധനയും ആന്റിജൻ പരിശോധനയും എങ്ങനെയാണ് ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ റിപ്പോർട്ടുകൾ നൽകുന്ന ഉത്തരം? ഇവയെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് കാണാം. ആദ്യം അറിയേണ്ടത് കോവിഡ് ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ഏതൊരു തരം വൈറൽ ഇൻഫെക്ഷനോ മറ്റോ ആയിക്കോട്ടെ, കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന പരിശോധനയാണ് RT-PCR എന്ന് പറയുന്നത്. എന്താണ് RT-PCR? റിയൽ ടൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നുള്ളതിന്റെ ചുരുക്ക പേരാണ് RT-PCR. എന്താണ് ഒരു വൈറസ്? ഇപ്പോൾ കൊറോണ വൈറസ് എടുത്താൽ അതൊരു RNA വൈറസ് ആണ്. ഒരു ജനിതക മെറ്റീരിയൽ ഉണ്ടാവും, RNAയോ DNA. അത് കൊറോണ വൈറസിൽ RNA ആണ്. ഈ ജനിതക മെറ്റീരിയലിന് ചുറ്റും കുറച്ച് പ്രോട്ടീൻ ചേർന്ന ഒരു എൻവലപ്പ് അല്ലെങ്കിൽ ഒരു കൂടുണ്ടാകും. ഇതാണ് വളരെ ലളിതമായിട്ട് ഏതൊരു വൈറസിന്റെയും രൂപഘടന. കൊറോണ വൈറസിൽ ഒരു RNA ജനിതക മെറ്റീരിയൽ ഉണ്ട്, അതിന് ചുറ്റും ഒരു ആവരണം അല്ലെങ്കിൽ ഒരു എൻവലപ്പ് ഉണ്ട്. ഇതിൽ പലതരത്തിലുള്ള പ്രോട്ടീൻസ് കാണാം. കുന്തമന പോലിരിക്കുന്ന പ്രോട്ടീൻസോ ഉരുണ്ടിരിക്കുന്ന പ്രോട്ടീൻസോ. ഈ പ്രോട്ടീൻസും ഈ ജനിതക മെറ്റീരിയലും ചേർന്നിട്ട് ഒരു വൈറസ് ഉണ്ടാകും. ഒരു ഇൻഫെക്ഷൻ, ഉദാഹരണത്തിന് കോവിഡ് ഇൻഫെക്ഷൻ വന്നാൽ ഈ വൈറസ് ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു, ശരീരത്തിലെ കോശങ്ങളിൽ കയറി ഈ വൈറസ് മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് വൈറസുകളെ ഉണ്ടാക്കിവിടുന്നു. ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ വൈറസുകളെ ഉണ്ടാക്കിവിടുന്നു. അപ്പോ രോഗം നിർണ്ണയിക്കണമെങ്കിൽ ഈ വൈറസിന്റെ സാന്നിധ്യം കണ്ടുപിടിക്കണം. അതാണ് RT-PCR പരിശോധനയിൽ ചെയ്യുന്നത്. കൊറോണ ഡിറ്റക്ട് ചെയ്യാനായിട്ട് RT-PCR പരിശോധനയിൽ എന്താണ് ചെയ്യുന്നത്? സാധാരണഗതിയിൽ കൊറോണ ഇൻഫെക്ഷൻ നമുക്കറിയാം ശ്വാസകോശത്തിലാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സ്വാബ് എടുക്കുന്നു, അതായത് ഒരു നീണ്ട ചവണ പോലത്തെ ഇത് വെച്ചിട്ട് സ്വാബ് എടുക്കുന്നു. എവിടെ നിന്നാണ് എടുക്കുന്നത്? സ്രവം കളക്ട് ചെയ്യുന്നത് മൂക്കിന്റെ ഉള്ളിൽ നിന്നോ തൊണ്ടയിൽ നിന്നോ ആണ്. നേസൽ സ്വാബോ അല്ലെങ്കിൽ നേസോഫാരിഞ്ചൽ സ്വാബോ എടുക്കുന്നു. ഈ സ്വാബ് എടുത്ത് ഒരു പ്രത്യേക ലായനിയിൽ ഇടുന്നു, ഇതിന് ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സ്വാബിനുള്ളിൽ ഈ രോഗാണു ഉണ്ടെന്നിരിക്കട്ടെ, ആദ്യം എന്താണ് ചെയ്യുന്നത്? സ്പെഷ്യൽ മെഷീനിൽ വെച്ചിട്ട് ഇതിന്റെ ജനിതക മെറ്റീരിയൽ, അതായത് RNA, ഈ RNA ആദ്യം DNA ആയിട്ട് മാറ്റുന്നു. അതിനെയാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഈ DNA, ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 10 കൊറോണ വൈറസിന്റെ രോഗാണുവിനെ നമുക്ക് സ്വാബി കിട്ടിയെന്നിരിക്കുക. ഇതിനെ കൊണ്ട് ആദ്യം 10 DNA ആക്കി മാറ്റുന്നു. ഈ DNA മെറ്റീരിയലിനെ സ്പെഷ്യൽ കെമിക്കൽ റിയാക്ഷനിലൂടെ ആംപ്ലിഫൈ ചെയ്യുന്നു. ആംപ്ലിഫൈ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുക, വോളിയം കുറവാണ്, അത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? വോളിയം കൂട്ടുന്നു. അത് പറയുന്നത് പോലെ ഈ 10 മെറ്റീരിയൽ കിട്ടിയെന്നിരിക്കട്ടെ, ഇതിനൊരു കെമിക്കൽ റിയാക്ഷനിലൂടെ ആയിരക്കണക്കിനോ കോപ്പികളായിട്ട് മാറ്റുന്നു. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പവും സൗകര്യവുമാണ്. ഇങ്ങനെ കോപ്പികളാക്കിയതിനെ നമ്മൾ ഒരു സ്പെഷ്യൽ ഫ്ലൂറസിൻ ടെക്നിക്ക് വെച്ചിട്ട് ഈ വൈറസ് ഉണ്ട് അല്ലെങ്കിൽ DNA മെറ്റീരിയൽ ഉണ്ട് എന്ന് തെളിയിക്കുന്നു. അതിനെയാണ് ഈ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ വഴി ആംപ്ലിഫൈ ചെയ്ത DNA മെറ്റീരിയലിനെ കണ്ടുപിടിക്കുന്നതാണ് RT-PCR എന്ന പരിശോധന. സാധാരണഗതിയിൽ ഈ RT-PCR പരിശോധനയുടെ ഫലം മണിക്കൂറുകൾ എടുക്കും. കാരണം ഈ നമ്മൾ RNA എടുത്ത് DNA ആക്കി അത് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നതിനൊരു സമയമെടുക്കും. പക്ഷേ RT-PCR പരിശോധന പോസിറ്റീവ് ആണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് ആ പറഞ്ഞ രോഗാണു, ഏതൊരു രോഗാണുവിന്റെ RT-PCR പരിശോധനയാണോ നടത്തിയത്, ആ രോഗാണു ശരീരത്തിലോ അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത ആ മെറ്റീരിയലിൽ, ഈ കേസിൽ മൂക്കിൽ നിന്നോ മറ്റെടുക്കുന്ന സ്രവത്തിൽ ഉണ്ട് എന്നും, അതുകൊണ്ട് ഈ രോഗാണു അയാളുടെ ശരീരത്തിലുണ്ട്, അതുകൊണ്ട് ഇൻഫെക്ഷൻ ആണെന്നുമാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഈ PCR പരിശോധനയാണ് കൊറോണ ഇൻഫെക്ഷൻ പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും ഫലവത്തായിട്ടുള്ള പരിശോധന. പലപ്പോഴും ഈ PCR പരിശോധന പോസിറ്റീവ് ആണെങ്കിൽ കോവിഡ് ഇൻഫെക്ഷൻ എന്ന് തന്നെയാണ് തെളിയിക്കുന്നത്. ഇനി ചില കേസുകൾ ഇൻഫെക്ഷൻ മാറിയതിനു ശേഷം ഈ ജനിതക മെറ്റീരിയൽ, വൈറസിന്റെ ജനിതക മെറ്റീരിയൽ ചിലപ്പോൾ തൊണ്ടയിലോ മറ്റു സ്രവങ്ങളിലോ ഉണ്ടെങ്കിൽ അത് വീണ്ടും PCR ചെയ്താൽ പോസിറ്റീവായിട്ട് കാണാം. ആ കേസിൽ ആക്റ്റീവ് ഇൻഫെക്ഷൻ ആയിരിക്കില്ല, പകരം നിർവീര്യമാക്കപ്പെട്ട വൈറസോ ചത്തതോ ആയിട്ടുള്ള വൈറസ് ആയിരിക്കും വീണ്ടും പോസിറ്റീവായിട്ട് കാണിക്കുന്നത്. അതുപോലെ HIV പോലുള്ള മറ്റ് ഇമ്മ്യൂണോ കോംപ്രമൈസ് രോഗമുള്ളവർക്ക് ഇൻഫെക്ഷൻ കുറെ നാൾ നീണ്ടു നിൽക്കാം. അങ്ങനെയുള്ളവരിൽ പരിശോധന ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം കഴിഞ്ഞാലും വീണ്ടും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാം. ജീവനുള്ള വൈറസോ രോഗാണോ തന്നെ ശരീരത്തിൽ ഉണ്ടെന്നും വന്നേക്കും. ഇനി ഏതൊക്കെ കേസുകളാണ് ഫാൾസ് നെഗറ്റീവ് ആവുന്നത്? അതായത് രോഗിക്ക് ഇൻഫെക്ഷൻ ഉണ്ട്, നമുക്ക് RT-PCR ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് കാണുന്നത്. അതിൽ ഏറ്റവും ഒന്നാമത്, നമ്മൾ കളക്ട് ചെയ്യുന്ന സ്രവം കൃത്യമായിട്ടല്ല കളക്ട് ചെയ്യുന്നത്, ഉള്ളിലേക്ക് കൃത്യമായിട്ട് ചെന്ന് സ്വാബ് എടുത്തില്ല, മൂക്കിലേക്കോ തൊണ്ടയിലേക്കോ കൃത്യമായിട്ട് ചെന്നില്ല.
അതുപോലെ തന്നെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് സൂക്ഷിച്ച് നമ്മൾ ലാബിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയിൽ തടസ്സം നേരിട്ടു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ PCR നെഗറ്റീവ് ആയിരിക്കാം, രോഗിക്ക് കോവിഡ് ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കുകയും ചെയ്യാം. പക്ഷേ എന്നിരുന്നാലും സാധാരണഗതിയിൽ കൃത്യമായിട്ട് ചെയ്ത ഒരു PCR പരിശോധന കൊറോണ ഇൻഫെക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ PCR പരിശോധന പോസിറ്റീവായിട്ട് തന്നെ കാണിക്കുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് PCR ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ PCR പരിശോധന പലപ്പോഴും എല്ലായിടത്തും സെറ്റപ്പ് ചെയ്യാനും കൃത്യമായ സമയത്തിൽ വേഗത്തിൽ റിസൾട്ട് തരാനും പറ്റില്ല. മണിക്കൂറുകൾ വേണോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ വരുമ്പോഴാണ് മറ്റ് പരിശോധനകൾക്ക് പ്രസക്തി വരുന്നത്. കൺവെൻഷണൽ PCR, നമ്മൾ സാധാരണ ചെയ്യുന്ന PCR സമയമെടുക്കും, മെഷീൻ വലുതാണ്. ഇതിന് പകരമാണ് ഈ PCR-ന് പകരം ഇതിന്റെ മോഡിഫിക്കേഷൻസ് പലപ്പോഴും കോവിഡോ മറ്റ് ഇൻഫെക്ഷൻസോ പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിനാണ് നമ്മൾ പലപ്പോഴും പത്രങ്ങളിലും മറ്റും വായിച്ചിട്ടുണ്ടായിരിക്കും, ജീൻ എക്സ്പേർട്ട് പരിശോധന ചെയ്തു, ട്രൂനാറ്റ് പരിശോധന ചെയ്തു എന്നെല്ലാം പറയുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു വലിയ PCR മെഷീനിന് പകരം ഇതിനെ ഒരു മിനിയേച്ചറൈസ്ഡ് ഫോം, ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ വലിയ പഴയ ഒരു എല്ലാ ഫംഗ്ഷനാലിറ്റീസും ഉള്ള കമ്പ്യൂട്ടറിന് പകരം ഒരു മിനിയേച്ചർ നോട്ട്ബുക്ക് ആക്കി എന്നിരിക്കട്ടെ എന്ന് പറയുന്നത് പോലെ ഈ പരിശോധനയുടെ വിവിധ ഘട്ടങ്ങളെ ചെറുതാക്കി എല്ലാ ജീനുകളെ ആംപ്ലിഫൈ ചെയ്യാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തമായിട്ടുള്ള ജനിതക മെറ്റീരിയൽ മാത്രം ആംപ്ലിഫൈ ചെയ്ത പരിശോധനയാണ് ട്രൂനാറ്റ് എന്നും ജീൻ എക്സ്പേർട്ട് എന്നും മറ്റും പറയുന്ന പരിശോധനകൾ. ഇവ കുറച്ചുകൂടെ സ്പീഡായിട്ട് ലഭ്യമാക്കാം, അതുപോലെ തന്നെ കുറച്ചുകൂടെ കൂടുതൽ നമ്പർ ചെയ്യാനും എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും സഹായിക്കും. ഇവയ്ക്കും PCR പോലെ തന്നെ ഏറെക്കുറെ അതേ കൃത്യത തന്നെ ഉണ്ടെന്നാണ് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത്. ഇനി ഈ PCR പരിശോധന പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അനുസരിച്ചാണ് നമ്മൾ ഒരാൾക്ക് കോവിഡ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് PCR എന്ന് പറഞ്ഞാൽ കോവിഡ് മാത്രമല്ല, ഏതൊരു ഇൻഫെക്ഷനും കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. ഏതൊരു RNA വൈറസ് ഇൻഫെക്ഷനും കണ്ടുപിടിക്കാൻ നമുക്ക് RT-PCR പരിശോധന ഉപയോഗിക്കാം. അതിപ്പം HIV രോഗമായിക്കോട്ടെ അല്ലെങ്കിൽ വേറൊരു രോഗമായിക്കോട്ടെ. പിന്നെ മറ്റ് DNA വൈറസിന്റെ ഇൻഫെക്ഷൻ കണ്ടുപിടിക്കാനും നമുക്ക് PCR പരിശോധന ഉപയോഗിക്കാം. ഇപ്പൊ PCR എന്ന് പറയുന്നത് വൈറൽ ഇൻഫെക്ഷൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് പരിശോധനയാണെന്ന് തന്നെ പറയാം. PCR പരിശോധന പോലെ തന്നെ നമ്മുടെ നാട്ടില് കോവിഡ് ഇൻഫെക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പരിശോധനയാണ് ആന്റിജൻ പരിശോധന. എന്താണ് ആന്റിജൻ പരിശോധന ചെയ്യുന്നത്? PCR പരിശോധനയിൽ വൈറസിന്റെ ജനിതക മെറ്റീരിയലിനെ ആംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ആന്റിജൻ പരിശോധനയിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ അതുപോലെ തന്നെ ഒരു സ്വാബ് എടുക്കുന്നു, മൂക്കിൽ നിന്നോ തൊണ്ടയിൽ നിന്നോ എടുത്തിട്ട് അതിൽ വൈറസിന്റെ ആന്റിജൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വൈറസിന് ഒരു ആവരണമുണ്ട്. ഈ ആവരണത്തിലെ പ്രോട്ടീൻ, അതാണ് ആന്റിജൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുകയാണ് ആന്റിജൻ പരിശോധന ചെയ്യുന്നത്. ഈ ആന്റിജൻ പരിശോധന വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ്, നമ്മൾ സ്വാബ് എടുക്കുന്നു, ഒരു കിറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്പെഷ്യൽ ലാബിൽ കൊടുക്കുന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിലോ മണിക്കൂറുകൾക്കുള്ളിലോ 15 അരമണിക്കൂറിനുള്ളിൽ തന്നെ റിപ്പോർട്ട് കിട്ടുന്നു. ആന്റിജൻ പരിശോധന പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയുന്നു. പക്ഷേ ആന്റിജൻ പരിശോധന PCR പോലെ കൃത്യതയുള്ള പരിശോധന അല്ല. അപ്പൊ എല്ലാ കേസുകളിലും ആന്റിജൻ പരിശോധന ചെയ്താൽ PCR പോലെ കൃത്യത കിട്ടാറില്ല എന്നുള്ളത് കൂടെ ഒന്നറിഞ്ഞിരിക്കണം. റാപ്പിഡ് ആന്റിജൻ പരിശോധന പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഏതൊരു വൈറസിനോ അല്ലെങ്കിൽ ബാക്ടീരിയക്കെതിരെയാണോ പരിശോധിച്ചത്, ആ ബാക്ടീരിയയുടെ വൈറസിന്റെ ആന്റിജൻ അഥവാ പ്രോട്ടീൻ ആ സ്രവത്തിലോ അല്ലെങ്കിൽ ആ രോഗിയുടെ ശരീരത്തിലോ ഉണ്ടെന്നാണ് അത് തെളിയിക്കുന്നത്. അപ്പൊ പോസിറ്റീവ് എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഉദ്ദേശിക്കുന്നത് ആ പേഷ്യന്റിന് കൊറോണ ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇനി നെഗറ്റീവ് ആണെന്നിരിക്കട്ടെ, റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ ആ പർട്ടിക്കുലർ ഈ കേസിൽ കൊറോണ വൈറസിന്റെ ആന്റിജൻ അഥവാ പ്രോട്ടീൻ നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ട് കൊറോണ ഇൻഫെക്ഷൻ ഇല്ല എന്നാണ് സാധാരണ പറയുന്നത്. പക്ഷേ ഈ ആന്റിജൻ പരിശോധന പോസിറ്റീവ് ആണെങ്കിൽ കൊറോണ ഇൻഫെക്ഷൻ ആണെന്ന് ഏറെക്കുറെ പറയാൻ പറ്റും. അതേസമയം ആന്റിജൻ പരിശോധന നെഗറ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ ഫോൾസ് നെഗറ്റീവ് ആയിരിക്കാം. അതായത് ആന്റിജൻ അഥവാ പ്രോട്ടീൻ നമുക്ക് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ഇൻഫെക്ഷൻ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ പലപ്പോഴും ഇപ്പോൾ അതേ സിംറ്റംസ് കൊറോണയുടെ ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ PCR ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പൊ എന്തുകൊണ്ടാണ് പിന്നെ ഈ ആന്റിജൻ പരിശോധന വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്? അതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ. PCR പരിശോധന ഞാൻ പറഞ്ഞല്ലോ, ചെയ്യാൻ വളരെ പാടാണ്, എക്യുപ്മെന്റ് കൂടുതൽ വേണം, ചെലവ് കൂടുതലാണ്, എല്ലായിടത്തും കൊണ്ടുപോയി സ്ഥാപിക്കാൻ പറ്റില്ല, സമയം കൂടുതൽ എടുക്കും. അതേസമയം ആന്റിജൻ പരിശോധനയോ വളരെ എളുപ്പത്തിൽ ചെയ്യാം. റിസൾട്ട് മിനിറ്റുകൾക്കുള്ളിൽ 15 മണിക്കൂർ റിസൾട്ട് കിട്ടും. അപ്പൊ നമ്മളിപ്പോൾ ഒരിടത്ത് പോകുന്നു, ഒരു 100 പേർക്ക് കൊറോണ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയിൽ അറിയണം. പെട്ടെന്ന് ചെയ്ത് റിപ്പോർട്ട് കിട്ടാൻ ആന്റിജൻ പരിശോധന വളരെ ഉപകാരപ്രദമാണ്. അല്ലെങ്കിൽ രോഗി അത്യാസന്ന നിലയിൽ വരുന്നു, പെട്ടെന്ന് അറിയണം കോവിഡ് ആണോ അല്ലയോ, ആന്റിജൻ പരിശോധന പെട്ടെന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നു. അതുപോലെ തന്നെ ഈ ആന്റിജൻ പരിശോധനയ്ക്ക് വേറൊരു അഡ്വാൻറ്റേജുകളുണ്ട്. കോസ്റ്റും ഇത് കാരണം കുറവാണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ അറിയാം, ഇപ്പൊ പല കമ്പനികളും ആന്റിജൻ പരിശോധനയുടെ കിറ്റുകൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്വയം
നോക്കാം. അതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. കിറ്റ് വാങ്ങിക്കുക. പലപ്പോഴും യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പലരും ചെയ്ത് നോക്കുന്നത് പോലെ കിറ്റ് വാങ്ങിക്കുക. കിറ്റിനുള്ളിൽ സ്വാബ് കാണും. അത് നമ്മൾ സ്വയം മൂക്കിലേക്ക് ഇടുന്നു. അതിനെ ഒരു ലൈനിൽ ഇടുന്നു. എന്നിട്ട് അതിനെ ഒരു ഡ്രോപ്പ് എടുത്ത് ഒരു കാർഡിലോട്ട് ഇടുന്നു. ഹാർട്ട് അറ്റാക്കിന്റെ ട്രോപ്പണിൻ ടെസ്റ്റ് കണ്ടുപിടിക്കുന്ന പോലെ, അല്ലെങ്കിൽ യൂറിൻ പ്രഗ്നൻസിയിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കണ്ടുപിടിക്കുന്ന പോലെ ആന്റിജൻ കാർഡ് ടെസ്റ്റ് ഉപയോഗിച്ച് വളരെ വേഗത്തിൽ നമുക്ക് കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള സ്ക്രീനിങ് ആയിട്ട് പരിശോധിക്കാം. ചെലവും കുറവാണ്. അതാണ് ആന്റിജൻ ടെസ്റ്റിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത്.